എഫ്സ്റ്റീൻ ഫയൽസിലേക്കാണ് അടുത്ത പോകുന്നത്. രണ്ടാം ഘട്ടത്തിൽ പുറത്തു വന്ന എഫ്സ്റ്റീൻ ഫയൽസിൽ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു. ആ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ, ബ്ലാക്ക് മാർക്കുകൾ കൊണ്ടിട്ട് ഇങ്ങനെ മറച്ചു വെച്ച പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് US കോൺഗ്രസ് അംഗങ്ങൾക്ക് വെളിപ്പെടുത്താമെന്ന് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസമാണ് ആ ചടങ്ങ് നടക്കുക. അപ്പോൾ ഇതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഒന്നും പകർപ്പുകൾ കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ പകരം എഴുതിയെടുക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം, കുറേ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ലോകത്തെ തന്നെ നടക്കുന്ന കുറേ വിവരങ്ങളാണ് വന്ന ദശലക്ഷക്കണക്കിന് ഫയലുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത് വളരെ നീണ്ടൊരു പ്രക്രിയയായിരിക്കും. നിലവിൽ ട്രംപിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ പേരുകൾ പരാമർശിക്കപ്പെട്ടതടക്കമുള്ള വിവാദങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അംഗങ്ങൾ ഈ പേരുകൾ അല്ലെങ്കിൽ മറക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്ത് വരുന്നത് എങ്ങനെയായിരിക്കും അതിനെ കാണുക എന്നുള്ളതാണ് നമ്മളിതിലേക്കാണ്. ഇതാവും സാർ, എഫ്സ്റ്റീൻ ഫയൽസ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ നമുക്ക് അറിയാം. ഏറെക്കുറെ അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ വിവാദമായ കുറേ കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഈ മറച്ചു വെച്ചതിലുണ്ടാകുക എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ട്രംപിന് കൂടിയിട്ട് വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി തന്നെ ആകില്ലേ? ഇത് ആർക്കൊക്കെ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് തിരിച്ചടിയാവുക, എവിടെയൊക്കെയാണ് ലാഭമാകുക എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഒന്നാമത് 6.5 മില്യൺ ഫയൽസാണുള്ളത്. 65 ലക്ഷം അല്ലേ? 6.5 എന്ന് പറയുന്നത് 35 ലക്ഷമാണ് ഏത് പുറത്താക്കിയിരിക്കുന്നത്. ഇനി 2.5 ലക്ഷം അതാണ് റിഡാക്ട് ചെയ്ത 2.5 ലക്ഷം, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത 2.5 മില്യനാണ് ഈ പറഞ്ഞ കോൺഗ്രസ് പ്രതിനിധികൾക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ടോട്ടൽ 6.5 ഫയൽസാണ്. 6.5 മില്യൺ ഫയൽസ്. 2000 വീഡിയോസ് ഉണ്ട്, 1,80,000 ഇമേജസ് ഉണ്ട്. ഇത്രയും വലിയ ഡംപ് ഫയൽ എന്ന് പറയാവുന്ന ഈ സംഗതി ഇപ്പോൾ ഈ പുറത്തിറക്കിയ കാര്യങ്ങളല്ലോ, ഈ 3.5 മില്യൺ, അതിനകത്ത് എന്തൊക്കെയുള്ളത്? ഇപ്പം വരാൻ പോകുന്നതിനെ കുറിച്ചാണ് സികേഷ് ചോദിക്കുന്നത്. ഈ പുറത്തിറക്കിയ ഫയൽസിന് എന്താണുള്ളതെന്ന് ഇത് മുഴുവൻ വായിച്ചു തീർന്നിട്ടില്ല. പല മാധ്യമങ്ങളും പലതും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്നുള്ള ആൾക്ക്. അത് ശരിയായിരിക്കും, അതൊരു പരിശോധിച്ചിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അല്ലാതെ എഫ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടമാനം ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. അത് ഫേക്കാണെന്ന് നമുക്ക് പറയാം. അത് ഫേക്കാണെന്ന് പറയണമെങ്കിൽ ഒരു ചങ്ങായി എന്ത് ചെയ്യണം? ആദ്യം ഇതിനകത്ത് കയറി പരിശോധിക്കണ്ടേ? അതുപോലും പറ്റുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടികളെ കഷ്ണമാക്കിയിട്ട് സൂപ്പാക്കി കുടിച്ചതിനെക്കുറിച്ചും അവരുടെ ഇറച്ചി ഫ്രൈ ആക്കി പെൺകുട്ടികളെ ഫ്രൈ ആക്കി തിന്നതിനെക്കുറിച്ചൊക്കെയുള്ള കഥകൾ ഇങ്ങനെ ധാരാളം വരുന്നുണ്ട്. ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതല്ല അത് കഥയാണ്, ഫേക്കാണ് എന്നൊരാൾക്ക് പറയണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഈ പറഞ്ഞ 3.5 മില്യൺ ഫയൽസ് അയാൾ പരിശോധിക്കണം. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. ജാനുവരി 30-നാണ് ഈ പറയുന്ന 3.5 മില്യൺ ഫയൽസ് പുറത്തിറക്കി അവർ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ ബാക്കി 2.5 മില്യൺ അതുകൂടെ അത് റിഡാക്ട് ചെയ്തിട്ടും മാസ്ക് ചെയ്തിട്ടുമൊക്കെ ഇവർക്ക് കാണിക്കുകയാണ്. അതിനകത്ത് ഫോട്ടോ എടുക്കരുത് എന്നൊക്കെയുള്ള കർശനമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് ഇതിൽ വെളിപ്പെടാൻ പോകുന്നത്, ആരെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്, എനിക്കൊന്നത് വർഷങ്ങളെടുക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വന്നപ്പോൾ ഇന്ത്യയിൽ ഓരോ ആളുകളും അവരുടെ കോണ്ടക്സ്റ്റിൽ പ്രധാനമായ കാര്യങ്ങളാണ് എടുക്കുക, അല്ലെങ്കിൽ അതാണ് ചർച്ച ചെയ്യുക. ഇന്ത്യയിൽ മോഡിയുടെ പേര് അതിൽ വരുന്നു. മോഡിയോട് ഇങ്ങനെ നിർദ്ദേശിക്കുന്നു ഇസ്രായേലിൽ പോകാൻ വേണ്ടി, എന്നിട്ട് അവിടെ പോയി ഡാൻസ് ചെയ്യുന്നു. ആൻഡ് ദ തിങ് വാസ് ഡൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വിജയിച്ചു, സക്സസ് ആയിരുന്നു ആ ഓപ്പറേഷൻ എന്നാണ് എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലരെക്കുറിച്ചെന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അക്കാദമിക് സ്ഥാപനങ്ങൾ, മ്യൂസിയംസ്, ആർട്ട് സെൻറ്റേഴ്സ്, ഗാലറീസ്, ഇവരുടെ നടത്തിപ്പുകാരുടെയും പേരുകളുണ്ട്. എന്താണെന്നറിയോ പ്രധാനമായിട്ടും വരുന്നത്? ഇവരുടെ പലതരം കൾച്ചറൽ ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ഇവർ സംഘടിപ്പിക്കുന്നത് ആരിലൂടെയാണ്? എപ്സ്റ്റീനിലൂടെയാണ്. എപ്സ്റ്റീനാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു സഹായിയായിട്ട് വരുന്നത്. ഏതാണ് സ്ഥാപനങ്ങൾ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെ, MIT പോലെ പ്രസിദ്ധമായിട്ടുള്ള, ലോകപ്രസിദ്ധമായിട്ടുള്ള വളരെ വളരെ ഉന്നതമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾ, അവരുടെ പേരുകൾ വരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളുടെ സംഘാടകനായിട്ട് അവർ ഫണ്ട് ചെയ്യുന്ന ആളായിട്ടൊക്കെ വരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണിതിലില്ലാത്തതെന്നുള്ളതാണ്. പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അക്കാഡമിക്സ് ഉണ്ട്, സിനിമാക്കാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, പോളിസി മേക്കേഴ്സ് ഉണ്ട്, ഈ പറയുന്ന ലോബിസ്റ്റുകളുണ്ട്, കോൺഗ്രസ്മാനുണ്ട്, സമൂഹത്തിലെ എല്ലാ സയൻറ്റിസ്റ്റുകളുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന പ്രസിദ്ധരായിട്ടുള്ള മനുഷ്യരെല്ലാം അത്രയും അതിവിപുലമായൊരു നെറ്റ്വർക്ക് ഈ മനുഷ്യനതുണ്ടായിരുന്നു. ഈ മനുഷ്യർക്കെല്ലാം ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ ഡെപ്ത്, ബിൽ ഗേറ്റ്സിൻ്റെ പേര് വരുന്നു. ഇയാളുള്ള ബന്ധത്തിൻ്റെ ഡെപ്ത് എത്ര?
എന്താണ് ഇയാളുള്ള ബന്ധം? ജസ്റ്റ് എപ്സ്റ്റീൻ ഫയലിൽ പേര് വന്നതുകൊണ്ട് മാത്രം ഇയാൾ കുഴപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല. എന്താണ് അവർ നമ്മൾ ഇടപാടെന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ഇമെയിൽ അയച്ചത് മാത്രമാണോ, എപ്സ്റ്റീൻ അങ്ങോട്ടൊരു മെയിൽ അയച്ചതാണോ, അല്ല വല്ലയിടത്തും വെച്ച് കണ്ടതാണോ? ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കുപ്രസിദ്ധമായ ഐലൻഡിൽ, എപ്സ്റ്റീൻ ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര് തന്നെ പറയുന്നത്, ആ ഐലൻഡിൽ പോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ജെറ്റ് ലോഗ് ബുക്ക്, ഇങ്ങേരുടെ ജെറ്റ് ഉപയോഗിച്ച പ്രശ്നം, ഇങ്ങനെ ഇതിനകത്ത് തന്നെ പേര് വരുന്നു എന്ന് പറയുമ്പം എന്ത് നിലക്കാണ് പേര് വന്നിരിക്കുന്നുള്ളൊരു പ്രശ്നം അതിനകത്ത്. അതിലേക്ക് വിചിത്രമായി തോന്നിയൊരു കാര്യം നോം ചോംസ്കിയുടെ പേരാണ്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. നോം ചോംസ്കി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യയിലെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ലൈംഗിക കുറ്റവാളിയുടെ ഒരു എന്താ പറയുക, ഒരു അണ്ടർവേൾഡ് ഈ പറയുന്ന എല്ലാ തോന്നിയാസങ്ങളും നടത്തുന്ന ഒരാളുടെ ഡയറിയിൽ അരുന്ധതി റോയിയുടെ പേര് വരുന്നു എന്നുള്ളത് എത്രത്തോളം ഷോക്കിംഗ് ആണോ, അതേപോലെയാണ് എപ്സ്റ്റീൻ ഫയലിൽ നോം ചോംസ്കിയുടെ പേര് വരിക എന്ന് പറയുന്നത്. നോം ചോംസ്കിയുടെ പേര് വരിക എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടും. കാരണം ഇന്ന് ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരു ഓഫ് ഡിസൻറ്റ് വോയിസ് എന്ന് പറയാവുന്ന, ഗുരു ഓഫ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ഫോഴ്സ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃബിംബമായി നിൽക്കുന്ന ഒരു ഇൻ്റലക്ച്വലാണ് ആര്? നോം ചോംസ്കി. അപ്പോൾ ഈ മനുഷ്യൻ്റെ പേര്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വലേറ തന്നെ, അവരുടെ പേരൊക്കെ ഇതിനകത്ത് പേര് വരുന്നു മാത്രമല്ല അവർ തമ്മിൽ പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന പലതരത്തിലുള്ള എഴുത്തുകുത്തുകളൊക്കെ വരുന്നു. ഒരു സന്ദർഭത്തിൽ എപ്സ്റ്റീൻ്റെ ബർത്ത്ഡേ മിസ്സായതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, നമുക്കത് മിസ്സായിപ്പോയി എന്ന് പറയുന്നുണ്ട്. നോക്കൂ, 2008 തന്നെ ഇദ്ദേഹം കൺവിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആര്? എപ്സ്റ്റീൻ. അതിനുശേഷവും നോം ചോംസ്കി ബന്ധം തുടർന്നതാണ്. എന്ന് മാത്രമല്ല എപ്സ്റ്റീൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, വലിയ വിവാദങ്ങൾ, അതിനെ ഒരു കൈൻഡ് ഓഫ് ഹിസ്റ്റീരിയ എന്നാര് പറയുന്നുണ്ട്? നോം ചോംസ്കി പറയുന്നുണ്ട്. നോം ചോംസ്കി ഇദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൽ, പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുമ്പോൾ എന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പീഡോഫീലിക് സംഗതികൾക്ക് നോം ചോംസ്കി ഉണ്ടായിരുന്നു എന്നോ അതിനൊന്നും ഒരു തെളിവില്ല കേട്ടോ. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ഒരു തെളിവില്ല. പക്ഷേ ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന നിരവധി രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ എപ്സ്റ്റീൻ ഫയലിലെ ഏറ്റവും വിചിത്രമായ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അതിലെന്താണ് വാസ്തവം എന്ന് കൃത്യമായിട്ട് അതേക്കുറിച്ച് പറയാൻ മാത്രം ഹെൽത്തി അല്ല നോം ചോംസ്കി. ബിൽ ഗേറ്റ്സിൻ്റെ പേര് വളരെ സജീവമായിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ് അത് എപ്സ്റ്റീനുമായുള്ള എൻ്റെ സൗഹൃദ കാലം ഒരു മോശം കാലമായിരുന്നു, ഒരു ഡാർക്ക് ടൈം ആയിരുന്നു എന്ന് അദ്ദേഹം ഇത് വിവാദമായ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അമേരിക്കൻ സൊസൈറ്റിയിൽ ഒരുപക്ഷെ ഇത്രയും ഷോക്ക് വേവ്സ് ഉണ്ടാക്കിയുള്ളൊരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പലതരം തിയറികൾ വരുന്നുണ്ട്. അതെങ്ങനെയാണ് അമേരിക്കൻ സൊസൈറ്റി എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു ബൈസ്റ്റാൻഡർ സിൻഡ്രത്തിലേക്ക് ആ സൊസൈറ്റി പോകുമെന്നാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളിങ്ങനെ രാഷ്ട്രീയം, ധാർമ്മികത, നീതി അതൊന്നും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. ഇത് എല്ലാവരും കണക്കാണ്. കണ്ടില്ലേ, സർവന്മാരും ഇതിനകത്തുണ്ട്, സർവ്വഘടാഘടിയന്മാരും ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമാവട്ടെ, സംസ്കാരമാവട്ടെ, സാഹിത്യമാവട്ടെ, സംഗീതമാവട്ടെ, സിനിമയാവട്ടെ, വൈറ്റ് ഹൗസ് ആവട്ടെ, MIT ആവട്ടെ, ഹാർവാർഡ് ആവട്ടെ, സകലരും ഇതിനകത്തുണ്ട്. ഈ വൃത്തികെട്ടവൻ്റെ കമ്പനിയിലാണ് സകലരും. ചുമ്മാ നമ്മളിങ്ങനെ എന്തോ ഒരു അമേരിക്കൻ വാല്യൂസ്, ഡെമോക്രസി, എന്താണ് കുന്തം കുടച്ചക്രം പോലെ നിൽക്കേണ്ട, ഇതൊക്കെ എങ്ങനത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബൈസ്റ്റാൻഡർ സിൻഡ്രത്തിലേക്ക് സൊസൈറ്റി തന്നെ മൊത്തത്തിൽ തള്ളപ്പെടും. ഒരു ഡിസ്ട്രസ്റ്റ്, ലീഡർഷിപ്പിനുള്ള എല്ലാ നിലക്കുള്ള ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാത്രമല്ല, കൾച്ചറൽ ലീഡർഷിപ്പ്, നമ്മൾ ലീഡറായിട്ട് കാണുന്ന, മാതൃകയായിട്ട് കാണുന്ന സർവ്വ മനുഷ്യരെക്കുറിച്ചുള്ള അവിശ്വാസം, അത് മനുഷ്യ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ സമുദായത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ചേക്കും എന്നുള്ളൊരു വിശകലനം. അതാണ് ഇതിനെക്കുറിച്ച് വരുന്ന പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. നിയമപരമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളും മറ്റു സംഗതി ഇപ്പം സിഗേഷ് ചോദിച്ചിട്ട് ട്രംപിന് ഇത് എത്രത്തോളം അസ്വസ്ഥരാകും എന്നുള്ളത് ഓരോ ഫയൽ വരുമ്പോഴും അതിനകത്തുള്ള ലീഗൽ പ്രൊസീഡിങ്സൊക്കെ വെച്ചിരിക്കും. അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ എപ്സ്റ്റീൻ ആരാണ്, ഇങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഈ പണിയെടുത്തത്? അത് മൊസാദിന് വേണ്ടിയാണ്. അപ്പം മൊസാദിന് വേണ്ടി നമ്മുടെ സിസ്റ്റം തന്നെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു. ഒരു വൃത്തികെട്ടവൻ വന്നിട്ട് ആളുകളൊക്കെ വൃത്തികേടിൽ പങ്കാളിയാക്കി മൊസാദിന് വേണ്ടി പണിയെടുത്തു. യുവന്മാരെയുള്ള ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന വിചാരം പങ്കുവെക്കുന്ന മനുഷ്യർ അവർ കുറച്ചും കൂടെ ശബ്ദിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. അവർ കുറച്ചും കൂടെ വോയിസ് ഉള്ളവരായി മാറി. വിത്തിൻ റിപ്പബ്ലിക്കൻ ക്യാമ്പ്,
ഞാൻ ഇന്നലെ നമ്മൾ ഇറാൻ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു, ഈ റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ ഐസൊലേഷനിസ്റ്റ് അപ്രോച്ചും ഈ പറയുന്ന ഇൻ്റർവെൻഷനിസ്റ്റ് അപ്രോച്ചും സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഈ അമേരിക്ക ഫസ്റ്റ് അപ്രോച്ചാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോഴും ആക്ച്വലി സംഭവിക്കുന്നത് ഇസ്രായേൽ ഫസ്റ്റ് എന്നുള്ളതാണ്. അത് മാറ്റിപ്പിടിക്കണമെന്ന ശക്തമായ അഭിപ്രായമുള്ള ആളുകൾ റിപ്പബ്ലിക്കൻ ക്യാമ്പിലുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി വോയിസ് കിട്ടുകയാണ്. ഈ മനുഷ്യൻ നമ്മുടെ നാടിനെ തന്നെ അകമയെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്ക് വേണ്ടി? മൊസാദിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി. അപ്പോൾ അവർ ആ നിലയ്ക്ക് ശബ്ദിക്കുന്നുണ്ട്. അതാണ് അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അമേരിക്ക, ജനാധിപത്യം, അതിൻ്റെ മൂല്യങ്ങൾ, സ്ത്രീകളുടെ സുരക്ഷ, ഇത്തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം അകം പൊള്ളയാണ്. ഇപ്പോൾ 2008 ഷീല ജെഫേഴ്സിൻ്റെ മറ്റേ ഇൻഡസ്ട്രിയലൈസ്ഡ് വജൈന എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് വജൈന എന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങുന്നത്. എങ്ങനെയാണ് സ്ത്രീ ശരീരം വെറും ഒരു കമേഴ്ഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് മാറുന്നത്. ആ കമേഴ്ഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് അതിനെ മാറ്റുകയും സ്റ്റേറ്റ് അതിലെടുക്കുന്ന ഒരേ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിൽ നിന്നെല്ലാം ടാക്സ് എടുക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഹാസ് ബിക്കം എ ഫങ്ഷണൽ പിംപ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ ഓഫ് എ പിംപ് എന്നുള്ളത് മാത്രമാണ്. ആ നിലക്ക് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പോളിറ്റി, അതാണ് അമേരിക്ക. അമേരിക്ക എന്ന് മാത്രമല്ല, ഈ പറയുന്ന ലിബറൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ലിബറൽ കൺട്രീസ് എല്ലാം ആ നിലക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ പല ദുരന്തങ്ങളിലൊന്നാണിത് എന്ന വിശകലനം വളരെ പ്രധാനമാണ്. നോക്കൂ, ഇത്രയും ലോ എൻഫോഴ്സ്മെൻറ്റ്, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട, സ്ത്രീകളുമായി ബന്ധപ്പെട്ട, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വാല്യൂസ് എല്ലാം പ്രധാനമായിരിക്കുന്ന ഈ രാജ്യത്ത് തന്നെയാണ് ചൈൽഡ് ട്രാഫിക്കിങ്ങിൽ ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് ഈ രാജ്യം. ഇപ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അവർ ടയർ 1 ഈ ചൈൽഡ് ട്രാഫിക്കിങ്ങിനെതിരായിട്ടുള്ള നടപടികളുടെ കാര്യത്തിൽ നമ്മൾ UN പ്രോട്ടോക്കോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ടയർ 1 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കസ്റ്റമർ ബേസ്, ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ചൈൽഡ് ട്രാഫിക്കിൻ്റെ കസ്റ്റമർ ബേസ്, അതിൻ്റെ ഈ പറയുന്ന കമ്മോഡിറ്റി സൈസ്, അത് വെച്ച് നോക്കിയാൽ അതിന് വരും ഏറ്റവും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തുമാത്രം അകമേ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ആ സമൂഹം എന്നതിനെക്കുറിച്ചിട്ടുള്ള വലിയൊരു വെളിച്ചം കൂടിയാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, അജിംസ്, അമേരിക്കയുടെ ഒരു രാഷ്ട്രീയത്തെ മാത്രമായിരിക്കില്ലല്ലോ എപ്സ്റ്റീനിൽ ഇപ്പം ഉണ്ടാകാൻ പോകുന്ന ഈ പുതിയ നീക്കവും പിടിച്ചുലക്കുക. ഈ എപ്സ്റ്റീൻ ഫയലിൻ്റെ 2ാം വോള്യം പുറത്തു വന്നപ്പോൾ ഉണ്ടായ രസകരമായി നേരത്തെ അവസായി പറഞ്ഞ പോലെ ഈ അപസർപ്പ കഥകൾ ധാരാളമായി പ്രചരിപ്പിച്ചു എന്നുള്ളത്. ഇവർ കാനിബാൽസാണ്, ഇവർ കുട്ടികളെ തിന്നു, രക്തം കുടിച്ചു, അതൊക്കെയാണ് പ്രചരിക്കുന്ന ഒരു കഥ. വേറൊരു കഥ, എപ്സ്റ്റീന് റഷ്യൻ ടൈപ്പ് ഉണ്ടായിരുന്നുള്ളതാണ്. പുട്ടിനുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് പിന്നെ നടക്കാതെ പോയതിൻ്റെയൊക്കെ ഒരു വിശദാംശങ്ങൾ ഈ ഇമെയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത, അതായത് റഷ്യൻ പെൺകുട്ടി എയ്ഡ്സ് പിടിച്ചു, അതിൽ ബിൽ ഗേറ്റ്സിന് ഗുണേറിയ വന്നു, അങ്ങനെ പലതരം കഥകളുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്ത തരം കഥകൾക്കൊക്കെ ഒരൊറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആരായിരുന്നു എപ്സ്റ്റീൻ എന്ന് ലോകം ചർച്ച ചെയ്യരുത്. ഇയാളുടെ റഷ്യൻ ടൈസ് ആരോപിക്കുന്നത് പ്രധാനമായും ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ്. അതിന് കാരണം ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ ശത്രു റഷ്യയാണല്ലോ. അപ്പോൾ എപ്സ്റ്റീൻ അമേരിക്കയിലിരുന്നുകൊണ്ട് റഷ്യയുമായി കൊളിയൂഡ് ചെയ്ത് അമേരിക്കയ്ക്കെതിരെ പണിയെടുത്തു, കേട്ടോ അമേരിക്കക്കാരെ എന്ന് ബ്രിട്ടീഷ് പത്രങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ ആൻഡ്രൂ രാജകുമാരനുമായി ബന്ധപ്പെട്ട ദുരനുഭവം അവർക്കുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇയാൾ ചെയ്യുന്നത് റഷ്യയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, മറുവശത്ത് ഇയാൾ പീഡോഫിലാണ്. അത് ഭയങ്കര ഗുരുതരമായ പ്രശ്നമാണ്. 100 കണക്കിന് പെൺകുട്ടികളാണ് അവർ അബ്യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ വെറുതെ ഈ എപ്സ്റ്റീൻ്റെ ഇമെയിൽസിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരു ജേർണലിസ്റ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുക ഈ പീഡോഫൈൽ പ്രശ്നങ്ങളോ ഒന്നുമല്ല. അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് യഹൂദ് ബറാക്ക് ഇയാളോട് ചോദിക്കുന്നുണ്ട്, മംഗോളിയ പ്രസിഡന്റ് ഓൺ ബോർഡ്, എനി ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും എന്തിനായിരിക്കും മംഗോളിയയുടെ പ്രസിഡന്റുമായിട്ട് എപ്സ്റ്റീൻ കണക്ഷൻ വയ്ക്കുന്നത്? ഇതെല്ലാം ഇസ്രായേലിന് വേണ്ടിയാണ്, ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇയാൾ പണിയെടുക്കുന്നത് മുഴുവൻ. ഖത്തർ രാജ്യത്തോട് ബന്ധപ്പെട്ട ഒരാളുമായിട്ട് നിരന്തരമായ സംസാരമുണ്ട്. ആ സംസാരത്തിലാണ് മോദിയെ പറ്റി പറയുന്നത്. ഈ മോദി ഡാൻസ് കളിച്ചു സിംഗ് ചെയ്യുന്നൊക്കെ അത് അലങ്കാരിയായിട്ട് പറഞ്ഞുണ്ടോ. അതായത് നെതന്യാഹുവിനെ പോയി സന്തോഷിപ്പിച്ചു ട്രംപിന് വേണ്ടി എന്നേ പറയുന്നതിന് അർത്ഥമുള്ളൂ. അവിടെ ലിറ്ററലി അദ്ദേഹം പോയി ഡാൻസ് ചെയ്തൊന്നുമല്ല. അത് ആ കൂടിക്കാഴ്ച ഒരുക്കുന്നതിൽ അനിൽ അംബാനിയുടെ റോൾ എന്താണ്? നമ്മൾ അനിൽ അംബാനി ആയിട്ടുള്ള ഇയാളുടെ കറസ്പോണ്ടൻസ് വായിക്കണം. നമ്മൾ ഞെട്ടിപ്പോവും. അതിന് കാരണം വെച്ചാൽ ഒന്ന്, അനിൽ അംബാനി ഇയാളെ കാണാൻ പോകുന്നത് ഇയാൾ പാപ്പരായി നിൽക്കുന്ന സമയത്താണ്. അനിൽ അംബാനി റഫാൽ ഡീലിലേക്കൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് അയാളുടെ കമ്പനികൾ മുഴുവൻ പാപ്പരായി. മുകേഷ് അംബാനി എന്തോ വായ്പ കൊടുത്തിട്ടൊക്കെയാണ് ആൾ രക്ഷിക്കുന്നത്. ആ സമയത്താണ് ഇയാൾ എപ്സ്റ്റീനുമായിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ
ഇയാളുടെ ഒരു കരിയർ മാറാൻ പോവാണ്, അയാൾ എന്താണ് സെക്യൂരിറ്റി ഡിഫൻസ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോവാണെന്ന് മനസ്സിലാവുന്നു. ഇയാൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകളാരൊക്കെയാണ്, നമ്മൾ വാ പൊളിച്ചു പോകും. അയാൾ കണക്ട് ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും വെറ്ററൻ ആയിട്ടുള്ള ഡിപ്ലോമാറ്റുകൾ, പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസേഴ്സ്, അതായത് റിച്ചാർഡ് നിക്സൺ മുതൽ ബിൽ ക്ലിൻ്റൺ വരെ അഡ്വൈസറായിരുന്ന ഒരാളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അംബാനി അത്ഭുതപ്പെടുകയാണ് അടുത്ത ഇമെയിലിൽ. അപ്പോൾ ഈ കണക്ഷൻ എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ഇസ്രായേലിലേക്ക് എത്തിക്കുകയാണ്. അത് ഇസ്രായേലിൻ്റെ താല്പര്യം. ഇനി എപ്സ്റ്റീൻ തന്നെയും യഹൂദ് ബറാക്ക് പ്രൈം മിനിസ്റ്റർ പദവി ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്തുകൊണ്ട് മൊസാദിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന സാക്ഷിമൊഴികൾ FBI ഡോക്യുമെൻ്റായിട്ട് ഇതിൻ്റെ ഒപ്പം പുറത്തു വന്നിട്ടുണ്ട്. യഹൂദ് ബറാക്കും എപ്സ്റ്റീനും മൊസാദ് ഏജൻറ്റുമാരാണ് എന്നുള്ള, ഈ എപ്സ്റ്റീൻ മൊസാദ് ഏജൻ്റാണെന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുസ്തകങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. ഈ FBI രേഖകളിൽ സാക്ഷിമൊഴികളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയും വിവരങ്ങൾ, ഇയാൾ ആരാണെന്ന് ചോദിച്ചാൽ ഇയാളൊരു പീഡോഫീലാണെന്ന് നമ്മൾ ന്യൂനീകരിച്ച് പറയാൻ പാടില്ല. ഇയാളൊരു പിമ്പാണെന്ന് ന്യൂനീകരിച്ച് പറയാൻ പാടില്ല. ഇയാളൊരു മൊസാദ് ഏജൻ്റാണ്. അതാണ് ഇതിലെ മെയിൻ പ്രശ്നം. ഈ പ്രശ്നത്തെക്കുറിച്ച്, ഇങ്ങനൊരു സംഭവം പുറത്തു വന്നു കഴിഞ്ഞാൽ ലോകത്തെ ഏത് രാജ്യമാണെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഇയാൾ മൊസാദ് ഏജൻ്റാണോ അല്ലേ എന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്തും. അമേരിക്കയിൽ ഇതുവരെ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല. ഇയാൾ ആരാണെന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണവുമില്ല. കൺക്ലൂസീവായിട്ടൊരു ആൻസർ ഇപ്പോഴും ഇല്ല. എന്തുകൊണ്ടാണത്? അത് അത്തരമൊരു അന്വേഷണം, ഈ നമ്മൾ എന്താണ് പറയുക, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ് അവിടെ ഉണ്ട്. അതൊരു ഡീപ്പ് സ്റ്റേറ്റാണ്. നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല അത് പ്രവർത്തിക്കുന്നത്. അത് ഏത് പ്രസിഡന്റ് വന്നാലും, ഡെമോക്രാറ്റ് ഭരിച്ചാലും റിപ്പബ്ലിക്കന്മാർ ഭരിച്ചാലും, അത് നിയന്ത്രിക്കുന്നത് വേറൊരു ആളുകളാണ്. അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതുകൊണ്ടാണത്. അതിൽ CIA-യുമായിട്ടുള്ള കൊല്യൂഷനുണ്ട്. CIA-യും മൊസാദും എല്ലാം ചേർന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പുറത്തു വരും. അത് പുറത്തു ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ രണ്ടാം വരവോട് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഡീക്ലാസിഫൈ ചെയ്യപ്പെടാത്ത, ഇപ്പോൾ അമേരിക്കയിൽ എല്ലാ രേഖകളും ഡീക്ലാസിഫൈ ചെയ്യും, ഇതുവരെ ഡീക്ലാസിഫൈ ചെയ്യപ്പെടാത്ത ക്യാരക്ടറിലുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അത് അമേരിക്കയെക്കുറിച്ച് മുമ്പ് ഒരു 20 വർഷം മുമ്പ് 25 വർഷം മുമ്പ് എല്ലാ കോൺസ്പിറസി തിയറികൾ എന്ന് പറഞ്ഞ ആൾ പരിഹസിച്ച് തള്ളുന്ന പല കാര്യങ്ങളുടെയും യഥാർത്ഥ വിവരങ്ങൾ പുറത്തേക്ക് വരുവാണ്. ഇതിങ്ങനെയാണ്. 25 വർഷം മുമ്പ് ഇത് പറഞ്ഞാൽ നമ്മൾ പരിഹസിക്കപ്പെടുമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഈ യുദ്ധങ്ങൾ ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടിയാണെന്ന് 20 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാറ്റിനും പിന്നിൽ ജൂതന എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കും. ഇപ്പം റിയലി ഇപ്പോൾ നോക്കുമ്പോൾ നോം ചോംസ്കിയെ പറ്റി ആരാധനയോടെ കാണുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട്. ആരാധനയോടെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം തന്നെ ഒരു ജൂതനാണ്. ഇസ്രായേലിനെതിരെയും അമേരിക്കയുടെ ഈ പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ അതിശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അയാൾ ഈ പെൺകുട്ടികളെ അബ്യൂസ് ചെയ്തെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നു പോലുമില്ല. അത്രയും പ്രായമുള്ള മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും നോം ചോംസ്കിയും എപ്സ്റ്റീനും തമ്മിലുള്ള ബന്ധം? ഇത്തരം ഡിസെൻറ്റ് വോയിസുകളെ പോലും എന്ത് ചെയ്യുക, ഒന്നുകിൽ നിശബ്ദരാക്കുക അല്ലെങ്കിൽ തങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണത്. അല്ലെങ്കിൽ എന്താണ് നോം ചോംസ്കിയെ കൊണ്ട് എപ്സ്റ്റീൻ എന്താണ് ആവശ്യം? ഇപ്പോൾ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അക്കാഡമിക് വ്യക്തി എന്ന നിലയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലൂടെയും ഫണ്ട് റൈസിന് വേണ്ടി അദ്ദേഹത്തിന് ഉപയോഗിക്കാം. അതല്ലാതെ നോം ചോംസ്കിയെ കൊണ്ട് എപ്സ്റ്റീൻ എന്താണ് കാര്യം? അപ്പോൾ എല്ലാ ടൈപ്പ് മനുഷ്യരെയും, ഇടത്തും വലത്തുമുള്ള സകലമാന മനുഷ്യരുമായിട്ട് കണക്റ്റ് ആവുക, അതിനെല്ലാം ആരുടെ താല്പര്യത്തിന് ഉപയോഗിക്കുക? ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിപ്പോൾ ഇനി ഏതെങ്കിലും ജഡ്ജി പറഞ്ഞോ, കോടതി പറഞ്ഞോ, ഏജൻസി കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിൽ പോലും ഇപ്പം നമ്മുടെ മുമ്പിലുള്ള രേഖകൾ പ്രകാരം എപ്സ്റ്റീൻ ഈസ് എ മൊസാദ് ഏജൻറ്റ്. അത് വ്യക്തമായി കഴിഞ്ഞാണ്. എന്നിട്ട് എന്തുകൊണ്ട് അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്നൊരു ക്വസ്റ്റനാണ് മെയിനായിട്ട് കൂടെ വരുന്നത്. ഇത് കുറേ കൂടി ഈ ഡിബേറ്റ് മുന്നോട്ട് പോയാൽ ഞാൻ മുമ്പ് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ തകർച്ചയിലേക്കാണ് അത് പോവുക. ആ തകർച്ച മറികടക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് തൽക്കാലത്തെങ്കിലും വൈകിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇറാൻ ബഹളങ്ങളെല്ലാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.